എല്ലാ കൂട്ടുകാർക്കും ഡോക്ടർ വി ആർ ഡിജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലുള്ള ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. കഥയുടെ പേര് ഗിഡ്കി. ലേഖികയുടെ പേര് അഞ്ജു ഗർബന്ദ. അഞ്ജു ഗർബന്ദയുടെ കഥയാണ്, അതായത് ഒരു ലഘു കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ കഥ ശ്രദ്ധിക്കുക, അതിൻ്റെ ആശയം മനസ്സിലാക്കുക. होशियारपुर से शादी का बुलावा आया था. होशियारपुर से शादी का बुलावा. शादी എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹം. ബുലാവ, ബുലാവ ഇൻവിറ്റേഷൻ വന്നിരുന്നു. ആയാത ട്രെയിൻ സേ ജാന തൈ ഹുവാദ. ട്രെയിനിൽ പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അപ്പോൾ ഹോഷിയാപൂർ സേ ഷാദി കാ ബുലാവ ആയാത. അപ്പോൾ ഹോഷിയാപൂരിൽ നിന്ന് കല്യാണത്തിന് ഒരു ക്ഷണം വന്നു. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ഷണം വന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവ. അപ്പോൾ ട്രെയിനിൽ പോകാൻ ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. സർദി എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞുകാലം. സർദി ഹൽക്കി ഹൽക്കി, ഹൽക്കി ഹൽക്കി എന്ന് പറഞ്ഞാൽ വളരെ നേരിയ രീതിയിൽ തണുപ്പ് ഉണ്ടായിരുന്നു. തണുത്ത കാലം തുടങ്ങുകയായിരുന്നു, അതാണ് ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി. ദസ്തക് ദേന എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടുക, വാതിൽക്കൽ മുട്ടുക, അതാണ് ദസ്തക്. ദസ്തക് കർണ. ഇവിടെ എന്താണ്? അതായത് മഞ്ഞുകാലത്തിൻ്റെ ആരംഭമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഹോഷിയാപൂരിൽ നിന്ന് വിവാഹത്തിൻ്റെ ക്ഷണം വന്നത്. അപ്പോൾ ട്രെയിനിൽ പോകാനാണ് തീരുമാനിച്ചത്. इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र का ആനന്ദ് लिया जाए. അപ്പോൾ ഈ തണുപ്പ് കാലമായത് കാരണം എന്താണ് തീരുമാനിച്ചത്? സോച്ച ചലോ ഇസ് ബാർ. അപ്പോൾ ഈ പ്രാവശ്യം ഇസ് ബാർ ഈ പ്രാവശ്യം എ സി കെ ബജായ്. അപ്പോൾ എ സി കോച്ചിലാണ് നിരന്തരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇപ്പം തണുപ്പ് തുടങ്ങിയത് കാരണം എ സി അല്ലാതെ എ സി കെ ബജായ്, എ സി കൂടാതെ അല്ലെങ്കിൽ എ സി ഒഴിവാക്കിയിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ്, അതായത് ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായ്. അപ്പം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ, ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. ക ആനന്ദ് ലിയാ ജായ്. അപ്പം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ, അതായത് ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത് അതിൻ്റെ ആനന്ദം ആസ്വദിക്കാൻ തീരുമാനിച്ചു. അപ്പം ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഹോഷിയാപൂരിൽ നിന്ന് വിവാഹത്തിൻ്റെ ക്ഷണം വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? ട്രെയിനിൽ പോകാനാണ് തീരുമാനിച്ചത്. കാരണം മഞ്ഞുകാലം തുടങ്ങിയിരിക്കുന്നു. എ സിയിൽ പോകാതെ ഒരു ചേഞ്ചായിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ, ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത് അതിൻ്റെ ആനന്ദം നേടാനാണ് തീരുമാനിച്ചത്. പെഹ്ലെ ബീബി ബച്ചെ ജനറൽ സേ ജാനെ കാ കുച്ച് നാരാസ് ഹുയെ. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പെഹ്ലെ ആദ്യം ബീബി ബച്ചെ, ബീബി എന്ന ഭാര്യ, ബീബി ബച്ചെ കുട്ടികൾ, ജനറൽ സേ ജാനെ പർ കുച്ച് നാരാസ് ഹുയെ, ഒന്ന് ദേഷ്യപ്പെട്ടു. ജനറൽ കമ്പാർട്ട്മെൻറ്റ് എ സിയിൽ പോകാനാണ് അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ സമയം എന്താണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യമുണ്ടായി, ഭാര്യയ്ക്കും കുട്ടിക്കും. നാരാസ് ഹുയെ പർ ഫിർ ദോടി നാ നുകുൽ കെ ബാദ് മാൻ ഗയെ. അവസാനം അവരെന്ത് ചെയ്തു? അംഗീകരിച്ചു. ശരി, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാണ് യാത്ര? ഹോഷിയാപൂരിൽ. എന്തിനാണ് പോകുന്നത്? കല്യാണത്തിന്. ദില്ലി സേ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. അപ്പോൾ അവർക്ക് പോകേണ്ടത് ഡൽഹിയിൽ നിന്നും 8 ഘണ്ടെ 8 മണിക്കൂർ, 8 ഘണ്ടെ കാ സഫർ, 8 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഡൽഹിയിൽ നിന്നാണ് യാത്ര പുറപ്പെടേണ്ടത്. അവിടെ നിന്ന് 8
മണിക്കൂർ യാത്ര ചെയ്ത് വേണം അവർക്ക് എവിടെ പോകാനുള്ളത്? ഹോഷിയാപൂരിൽ. ആരൊക്കെയാണ് പോകുന്നത്? അപ്പം മെയിൻ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെയാണ് പോകുന്നത്. അവരെങ്ങനെയാണ് പോകുന്നത്? ട്രെയിനിലാണ് പോകുന്നത്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പം നമുക്കറിയാം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നതെന്ന്, അല്ലേ? അപ്പം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പം നമ്മുടെ കഥാപാത്രങ്ങൾ, അതായത് പ്രധാന കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ AC കമ്പാർട്ട്മെൻറ്റ് വിട്ടിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് 8 കിലോമീറ്ററാണ്, 8 മണിക്കൂർ, കിലോമീറ്റർ അല്ല 8 മണിക്കൂർ, 8 ഘണ്ട എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ का सफ़र. सीट बुक दी. अब സീറ്റൊക്കെ ബുക്ക് ചെയ്തു. तो ज़्यादा परेशान नहीं हुई. അപ്പോൾ സീറ്റ് ബുക്ക് ചെയ്തത് കാരണം അധികം പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് ചിലപ്പോൾ സീറ്റൊന്നും കിട്ടണം എന്ന് ഇല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കഥാപാത്രം എന്ത് ചെയ്തു? സീറ്റ് ബുക്ക് ചെയ്തു. പരേഷാൻ നഹിം ഹുയി ബച്ചോ നെ ഛട്ട് ഗിഡ്കി വാലി സീറ്റ് ചഡ്ലി. അപ്പം ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ കുട്ടികൾ എന്ത് ചെയ്തു? ഗിഡ്കി വാലി സീറ്റ് ഗിഡ്കി എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ അരികിലുള്ള സീറ്റൊക്കെ കുട്ടികൾ പിടിച്ചു. ചട്പട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, സഡൻലി കയറിയ ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? അതായത് ജനലിൻ്റെ അരികിലുള്ള സീറ്റിൽ ഇരിക്കാൻ വേണ്ടി അവർ ധൃതിപ്പെട്ടു. सारा सामान सेट कर मेम और पत्नी बातों में മഷ്ഗൂൽ ഹോഗേ. അപ്പം എല്ലാ സാധനങ്ങളൊക്കെ വെച്ചു പിള്ളേരും ഇരുന്നു. അതിനുശേഷം ഭാര്യയും ഭർത്താവും ഞാനും ഭാര്യയും തമ്മിൽ സംസാരിക്കാൻ ആ സംസാരങ്ങളിൽ മുഴുകി. ഇത്രയും കാര്യം മനസ്സിലായാൽ മഷ്ഗൂർ ഹോഗേ എന്ന് മുഴുകി എന്നാണ് അർത്ഥം. എന്തിൽ മുഴുകി? സംസാരങ്ങൾ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഒന്നുകൂടി നോക്കിയാലോ. ഹോഷിയാപൂർ സെ ഷാദി കാ ബുലാവ ആയാ താ. ഹോഷിയാപൂരിൽ നിന്ന് വിവാഹത്തിൻ്റെ ക്ഷണം വന്നിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുവാ. ട്രെയിനിൽ പോവാൻ തീരുമാനിച്ചു. സർദി ഹൽക്കി ദസ്തക് ദേനെ ലഗി. ആ സമയത്ത് മഞ്ഞുകാലം തുടക്കമായിരുന്നു. इसलिए सोचा चलो इस बार AC के बजाय जनरल कोच में सफ़र का आनंद लिया जाए. അപ്പോൾ ഈ പ്രാവശ്യം മഞ്ഞ് തുടങ്ങിയത് കാരണം AC ഒഴിവാക്കിയിട്ട് ജനറൽ കോച്ചിൽ പോവാൻ, യാത്ര ചെയ്യാൻ, എന്നിട്ട് അതിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കാൻ തീരുമാനിച്ചു. പെഹലി ബീബി ബച്ച് जनरल से जाने पर कुछ नाराज़ हुए. ജനറൽ കോച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആദ്യം ഭാര്യയും കുട്ടികളൊക്കെ ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടു. पर फिर दौड़ी ना നുക്കൂർ കെ ബാദ് മാൻ ഗേ. അപ്പം കുറച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അവരും അങ്ങ് സമ്മതിച്ചു, അംഗീകരിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफ़र. ഡൽഹിയിൽ നിന്നും 8 മണിക്കൂർ യാത്ര. സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. തോ ജ്യാദ പരേഷാനി നഹിം ഹുയി. അപ്പോൾ സീറ്റ് ബുക്ക് ചെയ്തത് കാരണം അധികം പ്രശ്നമൊന്നും ഉണ്ടായില്ല. പരേഷാൻ വ്യാകുലത, ജ്യാദ എന്നൊന്ന് കൂടുതൽ, ജ്യാദ പരേഷാനി നഹിം ഹുയി. ബച്ചോനെ ചട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻലി. ഗിഡ്കി വാലി സീറ്റ് ചപ്പട്ലി. അപ്പോൾ കുട്ടികൾ ട്രെയിൻ വന്ന ഉടനെ തന്നെ ട്രെയിനിൽ സീറ്റിൽ, അതായത് ജനലിൻ്റെ അരികിലുള്ള സീറ്റിൽ അവർ കയറി ഇരുന്നു. സാര സാമാൻ സെറ്റ് കർ മേം ഓർ പത്നി ബാത്തോ മേം മഷ്ഗൂൽ ഹോ ഗയ. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരുവിധം എല്ലാം ടെൻഷനൊക്കെ മാറ്റി അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ കാര്യങ്ങളിൽ മുഴുകി, സംസാരത്തിൽ മുഴുകി. ദീദി ജമ്മു കി ഷാൾ ലേലോ. ആ സമയത്ത് പുതിയൊരു കഥാപാത്രം അവരുടെ കോച്ചിലോട്ട് വരികയാണ്. ദീദി ജമ്മു കി ഷാൾ ലേലോ. ചേച്ചി ഇതാ ജമ്മുവിലുള്ള ഒരു ഷോളാണ് എന്ന് ഇത് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. ബഹുത് ബഡിയ ഹെ, വളരെ നല്ല ഒരു ഷോളാണ് എന്ന് പറഞ്ഞ് ഒരു കച്ചവടക്കാരി അവിടെ വരികയാണ് അവരുടെ ആ കോച്ചിൽ. രംഗ് ബിരംഗി ഷാലോ കാ ഭാരി ഗട്ടർ
उड़ाए एक सावली सलोनी कजरारी आंखों वाली युवती പത്നി കോ ഇസ്രാർ കർണേ ലഗി. അപ്പം ആ സമയത്ത് ദീദി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരി അവിടെ വരികയാണ് ട്രെയിനിൽ, അവരുടെ കോച്ചിൽ. ദീദി ജമ്മു കി ഷാൾ ലേലോ, ഇതാ ദീദി ചേച്ചി, ഇതാ ജമ്മു ജമ്മുവിലുള്ള ഒരു ഷോളാണ്, വളരെ നല്ലൊരു ഷോളാണ് എന്നൊക്കെ പറഞ്ഞ് വരികയാണ്. രംഗ് ബിരംഗി ഷോളോം കാ, അപ്പം പല നിറത്തിലുള്ള ഷോളുകളുടെ ഭാരി ഗട്ടർ, ഒരു വലിയൊരു ബണ്ടിലുമായിട്ട്, ഗട്ടർ എന്നൊരു വലിയ ബാഗിൽ ഒരു വലിയൊരു ഷോളിൻ്റെ ഒരു കെട്ടുമായി, ഒരു ഭാണ്ഡവുമായി ഒരു സ്ത്രീ അവിടെ വരികയാണ്. അവരുടെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ഏക്ക് സാംവലി എന്ന കറുത്ത നിറത്തിലുള്ള ഏക്ക് സാംവലി സലോനി, ഒരു സുന്ദരിയായിട്ടുള്ള കറുത്ത നിറത്തിലുള്ള കജരാരി, കണ്ണൊക്കെ എഴുതിയ, അതായത് കരി വരച്ച ആങ്കോം വാലി, കണ്ണുകളുള്ള ഒരു യുവതിയാണ് വന്നത്. പത്നിക്കോ ഇസ്രാർ കർണേ ലഗി. അപ്പം എന്താണ് അവരുടെ വന്നിട്ട്, ഭാര്യയുടെ അടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ ചോദിച്ചത്, ചേച്ചി ഇതാ ഇത് ജമ്മു കാശ്മീരിലുള്ള ഷോളാണ്, നല്ല ഷോളാണ് എന്നൊക്കെ പറഞ്ഞവർ വന്നു. അപ്പോൾ അവരുടെ കയ്യിലൊരു വലിയൊരു ഭാണ്ഡമുണ്ട്, വലിയൊരു ബണ്ടിലുണ്ട്, അതിൽ നിറച്ചും പല നിറത്തിലുള്ള ഷോളുകളാണ്. അപ്പോൾ അത് കച്ചവടത്തിന് വേണ്ട വന്ന ഒരു യുവതിയാണ്. അപ്പോൾ അവരുടെ വിശേഷത അവിടെ പറയുന്നു, കറുത്ത നിറത്തിലുള്ളതാണ്, ഒരു സുന്ദരിയായ ഒരു സ്ത്രീയാണ്. പിന്നെ അവർ കണ്ണിൽ കൺമഷിയൊക്കെ വരച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് അടുത്ത കിത്തനെ കി ഹേ. അപ്പോൾ ഭാര്യ ചോദിച്ചു എത്ര രൂപയ്ക്കാണ്? 2800 250. 2800 എന്ന് പറഞ്ഞാൽ എന്താണ്? 250. 2800 ഇത്തി മഹങ്കി. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും വില പിടിച്ചതോ? സ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. അപ്പം നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് തരാമെന്ന് ആ യുവതി ഭാര്യയോട് പറഞ്ഞു. സ്യാദാ പീസ് ലേഗി. സാദാ പീസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പീസുകൾ. തോ കം കർ ദൂങ്കി, എങ്കിൽ നിങ്ങൾ കുറച്ച് തരാം. കം കർ ദൂങ്കി, കുറച്ച് തരാം. മുझे ദുക്കാൻ ഖോൽനെ ഹേ ക്യാ. അപ്പോൾ അവരൊരു പരിഹാസത്തിൽ ചോദിച്ചു, എന്താ എനിക്ക് കട തുടങ്ങാനാണോ കൂടുതൽ പീസ് എടുക്കാൻ? മുझे ദുക്കാൻ എന്ന് എന്താണ്? കട. ദുക്കാൻ ഖോൽനെ കി ക്യാ, എനിക്ക് കട തുടങ്ങാനാണോ കൂടുതൽ പീസ് ഇങ്ങനെ എടുക്കുന്നത്? ലേലോന, എടുത്താലും എന്ന് അവരിങ്ങനെ വീണ്ടും ഭാര്യയുടെ അടുത്ത് പറയുകയാണ്. ബഹനോ മോറോ ഭാബിയോ കേലിയെ. അപ്പം നിങ്ങൾക്കും ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാമിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അപ്പം നിങ്ങൾ അത് എടുത്താലും എന്ന് അവർ വീണ്ടും നിർബന്ധിക്കുകയാണ്. मैंने पत्नी को इशारा किया तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. അപ്പം ഞാൻ ഇങ്ങനെ ഭാര്യയെ നോക്കി. അപ്പോൾ ഇങ്ങനെ അവരെന്നെ എടുക്കാൻ വേണ്ടി എന്നെ ഒന്ന് നോക്കിയപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? കണ്ണ് ഉരുട്ടി, അതായത് കണ്ണ് ദേഷ്യത്തോടു കൂടി നോക്കി. മേനെ പത്നിക്കോ ഇഷാരക്കിയ, ഞാൻ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചു. തോ ഉസ്നെ ആംഗേം തരേർക്കർ കണ്ണുകൊണ്ട് ദേഷ്യത്തിൽ മുझे ചുപ്പ് രഹിനേക്ക സംഗീത ദിയ. അപ്പം എന്നെടുത്ത് മിണ്ടാതെ ഇരിക്കാൻ ആര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു. അപ്പോൾ ഈ കച്ചവടക്കാരി നമ്മുടെ മെയിൻ കഥാപാത്ര അടുത്താണ് വന്നത് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഷോള് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം ഭാര്യയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഭാര്യ ദേഷ്യത്തോടു കൂടി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. संकेत दिया. अच्छा 5 पीस लूम तो कितने के देंगे? അപ്പം ഞാൻ 5 പീസ് എടുത്താൽ എത്ര തരണം എന്ന് പറഞ്ഞു. 200 रुपये पर पीस ले लेना दीदी. അപ്പോൾ 200 रुपये എന്ന് പറഞ്ഞാൽ 200. 200 रुपये पर പീസ് ലേ ലേന ദീദി. അപ്പം 200 രൂപയാണ് അത് 2 പീസ് എന്ന് പറയണം. per പീസ് ലേ ലേന ദീദി 200 रुपये 200 രൂപയെന്ന് പറയണം. 100 रुपये per പീസ്. അപ്പോൾ ഒന്നിന് 100 രൂപ വെച്ച് 100 रुपये പീസ്. ദീദി 100 तो बहुत कम है. അപ്പം പറഞ്ഞു ചേച്ചി 100 രൂപ വളരെ
കുറവാണ്. കഹത്തെ ഹുയെ ഉസ്കാ ഗല രൂം ഗയ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അവരുടെ തൊണ്ട ഇടറുകയാണ്. കാര്യം മനസ്സിലായില്ലേ? അവർ ഇത്രയും വലിയ കെട്ട് ഒറ്റയ്ക്ക് ഈ ഓടുന്ന വണ്ടിയിൽ വിൽപ്പനയ്ക്ക് വരുമ്പോൾ എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചാണ് അവർ ഈ കച്ചവടത്തിന് ഇറങ്ങി തിരിച്ചതെന്ന് നമുക്ക് തോന്നും. അപ്പം ഇത്രയും കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വിഷമമാവുന്നു. അവരുടെ തൊണ്ട സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല. ഗയ ഓർ ഉസുക്കി കജ്ദാരി ആംഗയും ഭറായി. ആ കൺമഷി എഴുതിയ അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തു? നിറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് വിഷമമായി ഇത്രയും കുറച്ച് പറഞ്ഞപ്പോൾ. അതായത് ആൾക്കാർ അത് എടുക്കുമ്പോഴാണല്ലോ അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള കിട്ടുന്നത്. ചൽ ന തേരി ന മേരി ടേട്ട് സൗ പെർ പീസ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്ത് 150 രൂപ ടേട്ട് സൗ പെർ പീസ്. അപ്പോൾ ഒരു 150 രൂപ. അപ്പോൾ 200 ഒക്കെ വേണമെന്ന് പറഞ്ഞ അവസാനം 150 അച്ഛാ ദീദി ടീക്ക് ഹേ. അപ്പോൾ അവസാനം അവർ സമ്മതിക്കുന്നു. ലോ രംഗ് പസന്ത് കറലോ. ശരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം എടുത്തോളൂ. കുച്ച് സോച്ചത്തെ ഹുയെ ഉസ്നെ കഹാ और ഗഡൻ പത്നിക്ക് സാമനെ സർക്കർ ദിയ. എന്നിട്ട് എന്ത് ചെയ്തു? അത് അങ്ങ് നീക്കി ഭാര്യയുടെ അടുത്ത് വെച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള കളർ എടുത്തോളാൻ പറഞ്ഞു. കൊച്ച് സോച്ചത്തെ ഹുയെ, എന്തോ ചിന്തിച്ചുകൊണ്ട് ഉസ്നെ കഹ ഒരു ഗഡൻ എന്ന് പറഞ്ഞാൽ ആ ബണ്ടിൽ, ആ ഷോളുകൾ കൊണ്ടുവന്ന ബണ്ടിൽ പത്നിക്ക് സാമനെ ഭാര്യയുടെ അടുത്തോട്ട് സാമനെ സർക്കർ ദിയ. പത്നിനെ 5 ഷോൾ अलग कर ली और मेरी ओर देख रुपये देने का ഈശാര കിയ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട 5 ഷോൾ എടുത്തു. എന്നിട്ട് എന്താണ്? എന്നെ ഇങ്ങനെ ചൂടി ഈശാര കിയ എന്നതിന് ആംഗ്യം ചെയ്യുക, പൈസ കൊടുക്കാനുള്ളതാണ്. मैंने चट से 725 रुपये निकाल कर दे दिए. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു 750 രൂപ എടുത്ത് കൊടുത്തു. ആര്? നമ്മുടെ കഥാപാത്രം, ഭർത്താവായ ആ കഥാപാത്രം എന്ത് ചെയ്തു? 750 രൂപ കൊടുത്തു. मैंने ചട്ട്, ഞാൻ പെട്ടെന്ന് തന്നെ 725 रुपये निकाल कर दे दिया. 750 രൂപ എടുത്ത് കൊടുത്തു. उसके जाने के बाद रास्ते पर पत्नी की सुई इस बात पर अटक रही. അപ്പോൾ പോകുന്ന വഴി അതെല്ലാം കഴിഞ്ഞ് സാധനം വാങ്ങിച്ചു, 5 ഷോൾ വാങ്ങിച്ചു, 750 കൊടുത്തു. അതുപോലെ പോകുന്ന വഴിയിൽ വീണ്ടും ഭാര്യ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു. ചിലവരെങ്ങനെയാണ്? പൈസ കൂടിപ്പോയോ, ഇനി ഒന്നും കൂടെ എടുക്കാമായിരുന്നോ, അതോ എന്താണ് ഇത് വില കൂടുതലാണോ, ഇല്ലെങ്കിൽ എന്താണ് ഒരു ഷോളും കൂടെ എടുക്കാമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഭാര്യ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പിറപെടുത്തുകൊണ്ടേയിരുന്നു, ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓ ഏക് ബാർ മേം ഹി 150 रुपये മനാ ഗയി. 150 रुपये 150 രൂപ കൂടിപ്പോയി, അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറയ്ക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എന്ന് ഓരോന്നും പറയുകയാണ്. ഗൾത്തിക്ക് അപ്പം ഞാൻ ചെയ്തത് ശരിയായില്ല, കുറച്ചും കൂടെ കുറയ്ക്കായിരുന്നു പൈസ. തോൾ മോൾ ഓർ കർണ ചാഹിയത. ഇല്ലെങ്കിൽ എന്താണ്? കുറച്ചും കൂടെ എടുക്കാമായിരുന്നു, കുറച്ച് 2-3 ഷോളും കൂടെ കൂടുതൽ എടുക്കാമായിരുന്നു. ഓർ മേരി സൂയി. പിന്നെ എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതീത് മേയും ജാ അടക്കിയത്. വീണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. बेटी को गोद में बेटा रेल गाड़ी की खिड़की से चांग कर मैं सोच रहा था. അപ്പം കൊച്ചിനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ബേട്ടിക്കോ മകളെ, ബേട്ടിക്കോ ഗോതുമയും ബിട്ട എന്ന് മടിയിലെത്തുക. ഗോതുമയും ബിട്ട റെയിൽ ഗാഡിക്ക് ഖിഡ്കി എന്നിട്ട് ട്രെയിനിൻ്റെ ജനൽ വഴി ഖിഡ്കി സേ ചാങ്കന എന്താണ്? എത്തി നോക്കുക. അതായത് ജനൽ വഴി ഇങ്ങനെ പുറത്തുള്ള കാഴ്ചകൾ കാണുകയാണ് അയാൾ. മെയിൻ സോച്ച് രഹാദ, എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. മേരി പിതാഭി റെയിൽ ഗാഡിയുമേയും സാമാൻ ബേച്ചിക്കർ ധക്കെ ഹാരെ ഘർ ആത്തെ. അപ്പോൾ എൻ്റെ അച്ഛനും ഇതേപോലെയാണ്, ട്രെയിനിൽ എന്താണ് ഇതേപോലെ സാധനങ്ങൾ വിറ്റ് ക്ഷീണിച്ച് വീട്ടിൽ എത്തും. മേരെ പിതാഭി എൻ്റെ അച്ഛനും, മേരെ പിതാഭി റെയിൽ ഗാഡി ട്രെയിനിൽ റെയിൽ ഗാഡിയുമേയും സാമാൻ വസ്തുക്കൾ ഇതേപോലെ ഓരോ സാധനങ്ങളും വിറ്റിട്ട് ജബ് ധക്കെ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച് ഹാരെ ഘർ
आते അപ്പോൾ ക്ഷീണിച്ച് അവശനായി വീട്ടിൽ വരും. തോ ഉൻകി ആങ്കോ മേ ഭി വഹി നമീദി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും ഇതേപോലെ ഒരു എന്തുണ്ടായിരുന്നു, എക് നമി, ഒരു കണ്ണുനീർ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമമാണ് ഇപ്പോൾ അയാളെങ്ങനെ ചിന്തിക്കുന്നത്. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേംതി, ഇന്ന് ആ യുവതിയുടെ കണ്ണിലും അതേ ഒരു നനവ്, അതേ ഒരു വിഷമം, അതേ ഒരു ദുഃഖം ഞാൻ കണ്ടു. അപ്പം അതാണ്. അപ്പോൾ ഈ കഥ ഇത്രയേ ഉള്ളൂ. കഥ വേറെ ഒന്നുമല്ല. ഇതിൽ നമ്മുടെ കഥാപാത്രങ്ങൾ, ഒരു പുരുഷ കഥാപാത്രവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ട് ഹോഷിയാപൂർ എന്ന സ്ഥലത്തിലോട്ട് യാത്ര ചെയ്യുകയാണ്. ഒരു ട്രെയിൻ യാത്രയാണ്. ട്രെയിൻ യാത്രയിൽ അവർ ഒരു കച്ചവടക്കാരിയായ യുവതിയെ കണ്ടുമുട്ടുന്നതും അവരിൽ നിന്ന് ഷോൾ വാങ്ങിക്കുന്നതും പിന്നെ ഷോൾ വാങ്ങിച്ചതിന് ശേഷം ഭാര്യ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നതുമാണ്. അപ്പം ട്രെയിൻ യാത്രയുടെ ഒരു അനുഭവവും കൂടിയാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രധാനമായിട്ട് ഇതിൽ കുറച്ച് കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് ഭർത്താവ്, പിന്നെ ഭാര്യ, 2 കുട്ടികൾ. അവരുടെ പേരൊന്നും പറയുന്നില്ല. ഗിഡ്കി എന്നാണ് കഥയുടെ പേര്. നമ്മുടെ ലേഖികയുടെ പേര് അഞ്ജു ഗർബന്ദ. അഞ്ജു ഗർബന്ദയുടെ ഒരു ചെറിയൊരു ലഘു കഥയാണ്. അപ്പോൾ ഈ ലഘുകഥയിൽ ഇതേപോലെ ട്രെയിനിൽ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് നമ്മുടെ ലേഖിക ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കഥയുടെ ആശയം അല്ലെങ്കിൽ കഥ മനസ്സിലായെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വേറൊരു ക്ലാസ്സുമായി നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ഏവർക്കും നമസ്കാരം.